പൊതുസമൂഹത്തിന്റെ കാഴ്ചയ്ക്കും അപ്പുറത്ത് മറഞ്ഞ് നിന്നുകൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന വലിയ ശക്തികൾ, പൊതുജനങ്ങൾക്ക് അവിശ്വസനീയമാം വിധത്തിലുള്ള രഹസ്യ ഇടപാടുകൾ നടത്തുന്ന അത്തരം ഷേഡോ സംഘടനകളുടെ ഈ ലോകത്തുള്ള അപ്രമാദിത്വം വരച്ചു കാട്ടുന്ന ഒരു തീമുമായാണ് ലൂസിഫർ എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളം എന്ന ഒരു കൊച്ചു സ്ഥലത്ത് ജനിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയെ ദേശീയ അന്തർദേശീയ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്ന ഇല്ലുമിനാറ്റിയുടെ ഭാഗമായിട്ടാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത്. USA-യും റഷ്യയും പോലെയുള്ള സൂപ്പർ പവേഴ്സിനെ പോലും നിയന്ത്രിക്കുന്ന ആ ഷേഡോ ഓർഗനൈസേഷന്റെ ഭാഗമായ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ യഥാർത്ഥ മുഖം എമ്പുരാനിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ഒരു ചെറിയ ദൗത്യം മാത്രമാണ് തിരക്കഥാകൃത്തായ മുരളി ഗോപിക്ക് ഉള്ളത്. പക്ഷേ ലൂസിഫറിൽ നിന്നും വിഭിന്നമായി ആയുധ കച്ചവടങ്ങളും ഗ്ലോബൽ കോൺസ്പിറസികളും എമ്പുരാനിൽ പ്രതിപാദ്യ വിഷയമായിരിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, മയക്കുമരുന്ന് മാഫിയകൾ അല്ലെങ്കിൽ മെക്സിക്കൻ കാർട്ടലുകളെ പോലെയുള്ള സംഘങ്ങൾ എന്നിവ നമുക്ക് ട്രെയിലറിൽ കാണാൻ കഴിയും. അവർ മോഹൻലാലിന്റെ കഥാപാത്രത്തോട് വിദ്വേഷം പുലർത്തുന്നവരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ആകാം. വിദേശ രാജ്യങ്ങളിലെ അദ്ദേഹത്തിന്റെ അടിത്തറ, കാർട്ടൽ ഗ്രൂപ്പുകളുമായോ മാഫിയകളുമായോ ഉള്ള ബന്ധം, ഫ്രീ മേസൺസ് അല്ലെങ്കിൽ ബൊഹീമിയൻ ഗ്രോവ് പോലെയുള്ള ബാഹ്യ സംഘടനകളുടെ പങ്കാളിത്തം എന്നിവയിലേക്ക് കഥാഖ്യാനം വികസിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഒരുപക്ഷെ അശോക ചക്രവർത്തിയുടെ 9 അജ്ഞാത പുരുഷന്മാരെ പോലെ എന്തെങ്കിലും ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുകയും ചെയ്യാം. മെഡിക്കൽ അഴിമതി, പരസ്യങ്ങളിലെ കൃത്രിമത്വം, പൊതുജന ധാരണയെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, സിനിമ, സംഗീതം, കായികം തുടങ്ങിയ വിനോദ വ്യവസായത്തിലെ സ്വാധീനം തുടങ്ങിയ വ്യവസായങ്ങളുടെ ഇരുണ്ട വശങ്ങളെയും കഥ സ്പർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വില്ലൻ മോഹൻലാലിനോട് തുല്യനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശക്തനോ ആയിരിക്കാം. ഇത് ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കാരണമാകുന്നു. ഇതിലൂടെ നമ്മളിൽ വേരൂന്നിയ ചില കഥാപാത്രങ്ങളെ നമുക്ക് നഷ്ടപ്പെടുകയും അങ്ങനെ കഥാതന്തുവിന് ഒരു വൈകാരിക ഭാരം കൊണ്ടുവരാൻ പൃഥ്വിക്കും മുരളിക്കും സാധിക്കുകയും ചെയ്യുമായിരിക്കും. ക്ലൈമാക്സിൽ മോഹൻലാലിനേക്കാൾ ശക്തനും 10 മടങ്ങ് സ്വാധീന ശക്തിയുമുള്ള ഒരു വില്ലന്റെ ഉദയം കൂടി ഉണ്ടാകും. ഡ്രാഗണിന്റെ ചിഹ്നമുള്ള ആളുടെ എൻട്രി സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. റോത്ത് ചൈൽഡ്സ്, റോക്ക് ഫെല്ലേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുമായി ബന്ധപ്പെട്ടിരിക്കാനും ഒരു പുതിയ ലോകക്രമം കൊണ്ടുവരാനുള്ള അവരുടെ ശ്രമത്തിൽ ഇന്ത്യയും കേരളവുമൊക്കെ ഭാഗഭാക്കാവുന്നതോടെ എമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രെയിലറിൽ ലാൽ പറയുന്നത് സൂചിപ്പിക്കുന്നതും ഇതായിരിക്കാം. ഇവ വെറും അനുമാനങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ പലർക്കും ഇത് തമാശയായി തോന്നിയേക്കാം. പക്ഷേ എമ്പുരാൻ എന്ന സിനിമ ഗ്ലോബൽ കോൺസ്പിറസികളുടെ കൂടുതൽ ശക്തവും ഇരുണ്ടതും ആവേശകരവുമായ ഒരു എക്സ്പ്ലോറേഷൻ ആകാനുള്ള സാധ്യത ഏറെയാണ്. ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം. ഇനി എമ്പുരാൻ എന്ന സിനിമയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കമന്റുകളിൽ അറിയിക്കുക. ഞാൻ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും എത്രത്തോളം യാഥാർത്ഥ്യമായി എന്ന് അറിയാൻ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ഈ വഴി വരാം. അതുവരേക്കും ബൈ.